എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ദേവയാനിയോട് നയന പറയുന്നുണ്ട്, വന്നതേ കുറേ പലഹാരങ്ങളൊക്കെ കഴിച്ചു, അത് കഴിഞ്ഞ് കഷായം കഴിച്ചു, ഇനി അത്താഴം പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും പറ്റിയില്ല, ആഹാരം കഴിച്ചേ പറ്റുള്ളൂ, വൈകുന്നേരത്തേക്കുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് കഴിച്ചോണം എന്ന് പറയുമ്പോൾ, വേണ്ടമ്മ എന്ന് പറയുമ്പോൾ, നിൻ്റെ ആരോഗ്യമാണ് എനിക്ക് പ്രധാനം, അതുകൊണ്ട് മര്യാദയ്ക്ക് കഴിച്ചോണം എന്ന് പറഞ്ഞിട്ട് ദേവയാനി ഇങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ് നയന. ഈ സമയം നമ്മുടെ ജലജ ജാനകിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീ ശ്രദ്ധിച്ചായിരുന്നോ, നമ്മുടെ ഏട്ടത്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇപ്പം ഞാൻ ചെല്ലുമ്പം അവൾക്ക് ആ നയനയ്ക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഏട്ടത്തി. ചോദിച്ചപ്പോൾ അവൾക്ക് ജലദോഷം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏട്ടത്തി നന്നായിട്ട് ഭയക്കുന്നുണ്ട് ആദർശിനെയും ജയേട്ടനെയും ഒക്കെ. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മറിച്ചാണെങ്കിൽ നമ്മൾ ഭയക്കണം. കാരണം ഇപ്പോൾ തന്നെ മൂർത്തി ജ്വല്ലറിയിൽ വലിയ സ്ഥാനമാണ് അവൾക്ക് എല്ലാവരും കൂടി കൊടുത്തേക്കുന്നത്. അവളാണ് ആ ജ്വല്ലറി ഇപ്പം നയിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ ഒരവസ്ഥ ഈ വീട്ടിലൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് യാതൊരു വിലയും കാണുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ജാനകി പറയും, അത്ര പെട്ടെന്നൊന്നും അർഹതയില്ലാതെ ഈ വീട്ടിലോട്ട് കയറി വന്ന അവളെ ഏട്ടത്തി അംഗീകരിക്കില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, മറ്റൊരു കാര്യം നീ ശ്രദ്ധിച്ചായിരുന്നോ, ഇപ്പം അനാമിക മോളോട് നേരത്തെ സ്നേഹമൊന്നും ഏട്ടത്തിക്കില്ല, മോളോട് സംസാരിക്കാനുള്ള സമയം പോലും ഏട്ടത്തി കണ്ടെത്തുന്നില്ല. ഇനിയിപ്പം മറിച്ചാണെങ്കിലോ നയനെ ഏട്ടത്തി സ്നേഹിച്ചു തുടങ്ങിയെങ്കിലോ എങ്കിൽ നമ്മുടെ കാര്യം പോക്കാം, അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണെന്ന് പറയുമ്പം ജാനകി പറയും, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട് ജലജ. രണ്ടെണ്ണത്തിന് നല്ല ടെൻഷനുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അഭിയാണ്. അഭി ഫോണിലുള്ള കുറേ പെൺപിള്ളേരുടെ ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, എൻ്റെ കഴുത്തിൽ ചുറ്റിയേക്കുന്ന ആ സർപ്പം എന്നെ വിട്ടിട്ട് പോകുമായിരുന്നെങ്കിൽ ഇവളുമാരിൽ ആരെങ്കിലും ജീവിത പങ്കാളിയാക്കായിരുന്നു എന്നൊക്കെ ഓർത്തുകൊണ്ട് അവരുടെ ഫോട്ടോയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഗൾഫ് കോളാണ്. എടുത്തു കഴിയുമ്പം എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുവാണ്. ഒരു പെൺകുട്ടി തന്നെയാണ്. അന്നേരം അഭിക്ക് ഓർമ്മയില്ല കേട്ടോ. അന്നേരം അവൾ പറയുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിക്കുന്ന നിനക്ക് എന്നെ ഓർക്കാൻ സമയമില്ലല്ലോ, അതുകൊണ്ട് മറന്നു കാണും, ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് അനഘ എന്നാണ് പേര് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. അന്നേരവും ഓർമ്മയില്ല കേട്ടോ അഭിക്ക്. അന്നേരം ഞാൻ അവിടെ ഒരു ട്രാവൽ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ, ട്രാവൽ ഏജൻസിയിലായിരുന്നു എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഓർമ്മ വരുന്നു. അന്നേരം അനഘ പറയുന്നുണ്ട്, ഞാൻ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പം എൻ്റെ വയറ്റിൽ നിൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ആ കുഞ്ഞുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും ആ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു, അവൻ വളർന്നു, ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുവാണ്, ഞങ്ങൾക്ക് നിന്നെ കാണണം എന്ന് പറയുമ്പോഴേക്കും അഭിക്ക് ഭയങ്കര ടെൻഷനെ, നിങ്ങൾ നാട്ടിലേക്ക് വരുവാണോ എന്ന് ഇങ്ങനെ ഞെട്ടലോടെ ചോദിക്കും. അന്നേരം അതെ, എന്താ നിനക്കൊരു വെപ്രാളം, നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞില്ലെങ്കിലും നീ കഴിഞ്ഞെന്നേ പറയുള്ളൂ എന്ന് എനിക്കറിയാം, ഏതായാലും ഞങ്ങൾക്ക് നിന്നെ കാണണം, ഞങ്ങൾ അങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഫോൺ വയ്ക്കുമ്പോഴേക്കും ടെൻഷനാകുന്നു അഭിക്ക്. അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നവ്യ വരുന്നത്. അപ്പം നവ്യ ചോദിക്കും, എന്താണ് നിനക്കൊരു ടെൻഷൻ പോലെ, നിന്നെ വല്ല പെൺപിള്ളേരുമാണ് വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അവ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് നവ്യയോട് പറയുകയാണ്, നിനക്ക് എന്തൊക്കെ അറിയണം, ഇപ്പം അറിഞ്ഞിട്ട് എന്താ കാര്യം, ഒരു സ്വൈര്യവും തരികയില്ലാത്തത് നീയാണ് എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ തന്നെ ഇങ്ങനെ പറയണം, എനിക്കിപ്പോൾ 7ാം മാസമാണ്, എന്നെ ഒന്ന് ശ്രദ്ധിക്കാനോ ഒരു ആശ്വാസവാക്ക് പറയാനോ നിനക്ക് സാധിക്കാറില്ലല്ലോ എന്ന് നവ്യ അങ്ങോട്ട് ചോദിക്കുമ്പം അഭി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നീ എനിക്ക് സ്വൈര്യം തരാറുണ്ടോ, അങ്ങനെ സ്വൈര്യം തരാത്ത ഭാര്യമാർ വീട്ടിലുള്ളവർക്ക് വീട്ടിലോട്ട് വരാൻ തോന്നിയില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ, നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം, കാരണം നീ ഈ കുടുംബത്തിലെ രക്തമല്ലല്ലോ, 10 ഗുണം 10 ഗുണം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ കയറി കിടക്കുവാണ്. അന്നേരവും അഭിക്ക് നല്ല ടെൻഷനുണ്ട്. നവ്യയുടെ കൂടെ കട്ടിലേക്ക് കയറി കിടക്കുന്നുണ്ടെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും എഴുന്നേറ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് ഉറക്കമില്ലാണ്ട്. എന്നിട്ട് പഴയ കാര്യം ഓർക്കുക. അഭിയെ കാണാനായിട്ട് അനഘ വരുവാണ് ഒരു ദിവസം. അന്നേരം ഭയങ്കര സന്തോഷത്തിലാണ് അനഘ. അന്നേരം അഭിയുടെ ഇത്തിരി ടെൻഷനോട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒരു വിശേഷം പറയാനുണ്ടെന്ന് പറഞ്ഞ്, എന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം അനഘ പറയുവാണ്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയും. അന്നേരം അഭി പിന്നെയും ചോദിക്കും, എന്താ കാര്യം എന്ന് വെച്ചാൽ നീ പറ എന്നിങ്ങനെ പറയുമ്പോൾ അനഘ പറയുവാണ്, നിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് ഇപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അഭിക്കത് മനസ്സിലാവില്ല. അന്നേരം എടുത്തു പറയുവാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, നീ ഒരു അച്ഛനാകാൻ പോവാണ് എന്ന്. അന്നേരം അഭിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ. അഭി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഗർഭം ഇപ്പം ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ കുടുംബത്തിന് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് എന്ന് പറയുമ്പോൾ അനഘ ചോദിക്കുന്നുണ്ട്, അത് നിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, വിവാഹം കഴിക്കാതെ ഗർഭിണിയായാൽ എൻ്റെ കുടുംബത്തിനും അത് നാണക്കേട് തന്നെയാണ്
എൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരാം എന്ന് നീ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരുമിച്ച് ഹോട്ടൽ മുറികളിൽ കഴിഞ്ഞത്. എന്നിട്ടിപ്പം ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിക്കാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കും. അന്നേരം അഭി പറയും, ഇപ്പം ഈ ഗർഭം വേണ്ട, ഞാൻ നിന്നെ സേഫായ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകും എന്ന് പറയും. അന്നേരം അനഘ ചോദിക്കുന്നുണ്ട്, അബോർഷനാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അന്നേരം ദേഷ്യം വന്നിട്ട്, ഏതായാലും അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഭിയെ പിടിച്ചൊരു തള്ളും കൊടുത്ത് ദേഷ്യപ്പെട്ട് ആ പെൺകുട്ടി അവിടുന്ന് പോരുവാണ്. അന്നേരം ഈ ഉറങ്ങാൻ കിടന്നിട്ടാട്ടോ ഇതൊക്കെ ഓർക്കുന്നത്. ഒന്ന് ചാടി എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ടെൻഷനോടെ. പിന്നെയും വേറൊരു ദിവസം ആ പെൺകുട്ടി കാണുന്ന ആ സീനാണ് ഓർക്കുന്നത്. അന്നേരം ആ പെൺകുട്ടി വന്നിട്ട് പറയുവാണ്, ഞാൻ ഗർഭിണിയാണ്, എന്നെയും കുഞ്ഞിനെയും നീ ഏറ്റെടുക്കണമെന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, നിൻ്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത്. അന്നേരം അവൾ ചോദിക്കും, നിനക്കെന്താ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സംശയമുണ്ട്, അല്ലെങ്കിൽ നീയും ഞാനും ഒരു പരിധി വിട്ട് അടുത്ത സമയത്ത് നിനക്ക് പ്രഗ്നൻ്റ് ആകാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാമായിരുന്നു. അതൊന്നും നീ ചെയ്യാത്തത് ഇനി എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ അനന്തപുരിയിലേക്ക് എങ്ങനെയെങ്കിലും കയറിക്കൂടാം എന്നൊരു മോഹം ഉള്ളത് കൊണ്ടല്ലായിരുന്നു, എന്നെ ട്രാപ്പിലാക്കിയതല്ലേ നീ എന്നൊക്കെയാണ് അഭി ആ കുട്ടിയോട് ചോദിക്കുന്നത്. അന്നേരം അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അഭയുടെ കാരണം തീർത്ത് ഒരു അടിയും കൊടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏതായാലും ഈ കുട്ടിയെ അബോർട്ട് ചെയ്യാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അന്നേരം അവിടെ നിന്ന് പോരുവാണ്. അന്നേരം ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ അഭി. ആ കൂടെ നവ്യ എഴുന്നേൽക്കും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലേ, ഇനിയിപ്പം നിനക്ക് ഏതെങ്കിലും പെൺകുട്ടികളെ വിളിക്കണോ എന്ന് ചോദിക്കും. അന്നേരം നീ എന്താ അങ്ങനെ ചോദിച്ചതെന്ന് അഭി തിരിച്ചു ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അല്ല ഞാൻ ഉറങ്ങിയതിന് ശേഷമാണല്ലോ നീ പല പെൺകുട്ടികളെയും വിളിക്കാറുള്ളത്, ഇനി അതിൻ്റെ എന്തെങ്കിലും വെപ്രാളമാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറയുമ്പം, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ, കിടന്ന് ഉറങ്ങിക്കൂടെ, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്, ഉറക്കത്തിൽ പോലും സമാധാനം തരില്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നീ അതിന് ഉറങ്ങുമല്ലായിരുന്നല്ലോ, ആത്മാവിനെ പോലെ എഴുന്നേറ്റിരുന്ന് ടെൻഷൻ അടിക്കുമല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് കാര്യമെന്ന്. അന്നേരം അഭി പറയുവാണ്, എൻ്റെ തല പുകഞ്ഞിരിക്കും, നീ എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് കിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നിൻ്റെ തല പുകയാൻ നിനക്ക് എന്താ ഇപ്പോൾ ഇത്ര പ്രശ്നം, ഓഫീസിലെ ടെൻഷനൊന്നും അല്ലല്ലോ, നീ ആ മൂർത്തി ജ്വല്ലറിയിലെ വേറെ ഒരു സ്റ്റാഫ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷേ നവ്യയോട് വീണ്ടും ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയുമ്പോൾ, എന്തൊരു കഷ്ടം, ഏതോ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ കയറി കിടന്ന് ഉറങ്ങുവാണ്. അന്നേരം ഉറക്കം വരാതെ കട്ടിലിൽ കിടക്കുവാണ് അഭി. വീണ്ടും അഭി അനഘയുടെ കാര്യം തന്നെയാണ് ഓർക്കുന്നത്. അനഘ വീണ്ടും അഭിയെ കാണാൻ വന്നു. അന്ന് അഭിയോട് പറയുന്നത്, അനഘ ഗൾഫിലേക്ക് പോരുവാണ്, വേറെ നിവൃത്തിയില്ല, പ്രഗ്നൻ്റ് ആണ് എന്ന് ബന്ധുക്കളും അയൽക്കാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഗൾഫിലേക്ക് പോരുവാണ്. ഗൾഫിൽ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട്, ബന്ധുക്കളുണ്ട്, അവരുടെ അടുത്ത് പോയാൽ ശരിയാകില്ല. കൂട്ടുകാരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കയറി പോരെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഏതായാലും ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്ത് ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഈ കുഞ്ഞിനെ ഞാൻ അവിടെ വളർത്തും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ കുഞ്ഞിനെ വളർത്താൻ എനിക്ക് അവിടെ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോരും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് നീ പ്രാർത്ഥിച്ചു, അങ്ങനെ ഒരവസ്ഥ വന്നാൽ മാത്രമേ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇനി വരുവുള്ളൂ എന്ന് അനഘ പറയുന്നുണ്ട്. അന്നേരം അഭിക്ക് ഇത്തിരി ആശ്വാസമായേ. അന്നേരം അനഘ ചോദിക്കും, ഇപ്പം നിനക്ക് ഇത്തിരി ആശ്വാസമായല്ലേ, ഞാൻ അങ്ങ് ഒഴിഞ്ഞു പോകുമല്ലോ എന്നായിരിക്കും നിൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ഇതെൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പം അനഘ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണ് എന്ന് നീ ആദ്യമേ എന്നെ കാണിച്ചു തന്നതാണ്, അതുകൊണ്ട് ഇനി നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഗൾഫിലേക്ക് പോകുവാണ്, അവിടെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. ഇനി എനിക്ക് അവിടെ എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അന്ന് നിനക്ക് ചിലപ്പം ഞങ്ങളെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ സംഭവിക്കുകയില്ല, സംഭവിക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനഘ അവിടെ നിന്ന് പോകുന്നത്. അനഘ പോയി കഴിയുമ്പോഴേക്കും ഭയങ്കര ആശ്വാസത്തോടെ നിൽക്കുവാണ് അഭി. എന്തായാലും ഒഴിഞ്ഞു പോയല്ലോ എന്നൊരു തോന്നലോടുകൂടി. പിന്നെയും കാണിക്കുന്ന അഭി കട്ടിലിൽ കിടന്ന്, ഇതെല്ലാം ഓർമ്മകളായിരുന്നല്ലോ, കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുക, ഈശ്വരാ ഇനി അവളിങ്ങോട്ട് വന്നാൽ ഞാനിനി എന്ത് ചെയ്യും, ആ മരണത്തെ കൂടി ഞാനിനി സഹിക്കണമല്ലോ എന്നൊക്കെ വെറുതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അഭിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.